ആരോ ഒരാൾ ഭാഗം 14. എന്തോ ചോദിക്കാനായി വന്ന സായയായിരുന്നു അത്. കൺമുമ്പിൽ കണ്ട കാഴ്ചയിൽ സായ വല്ലാതെ തകർന്നുപോയി. അവൾക്ക് തൻ്റെ നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. വല്ലാത്ത ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി അവൾ ചുമരിൽ ആഞ്ഞിടിച്ചു. ഇടിയുടെ ശക്തിയിൽ അവളുടെ കൈകൾ മുറിഞ്ഞ് ചോര വാർന്നൊഴുകുന്നത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൾ വാതിൽ വലിച്ചടച്ച് തിരിഞ്ഞു നടന്നു. ഛേ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലൊരു സീൻ ക്രിയേറ്റ് ചെയ്തത് വല്ലാത്ത നാണക്കേടായിപ്പോയി. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അവൾ എന്ത് കരുതിയിട്ടുണ്ടാവും? സച്ചുവിൻ്റെ വാക്കുകളിൽ എന്തെന്നില്ലാത്ത ജാള്യത കലർന്നിരുന്നു. അതിലിപ്പോൾ ഇതിനു മാത്രം നാണക്കേട് വിചാരിക്കാൻ എന്താ ഉള്ളത്? നാളെ നമ്മൾ ഒന്നായി കഴിയുമ്പോൾ ആ നാണക്കേട് അവസാനിച്ചോളും. ലോകത്തുള്ളവരെ മുഴുവൻ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനാകില്ല. മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു എന്നത് അവരുടെ മാത്രം പ്രശ്നമാണ്. താൻ അത് വിട്. ജാസ്മിൻ അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. എന്നാൽ അവളുടെ ആ വാക്കുകൾ സച്ചുവിനെ അല്പം പോലും സമാധാനിപ്പിച്ചില്ല. തന്നെപ്പോലൊരു ഡോക്ടർ ഇതുപോലെ വിവരമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു, അവൻ്റെ മനസ്സു പറഞ്ഞു. അതുപോട്ടെ, ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് വന്നത്. എന്നോടിനി സച്ചുവേട്ടൻ്റെ OPയിൽ നിൽക്കണ്ട എന്ന് ഡാഡി പറഞ്ഞു. ഒരു കണക്കിന് അത് ശരിയാ. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വിവാഹത്തിന് മുൻപ്. അവൾ അർത്ഥം വെച്ച് ചിരിച്ചു. അപ്പോൾ പിന്നെ ഇവിടേക്കാരാ? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിനക്ക് എങ്ങനെയുള്ള ആളെയാണ് വേണ്ടത്? എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അതനുസരിച്ച് നമുക്ക് റെഡിയാക്കാം. ജാസ്മിൻ സാഹചര്യത്തിന് സമ്മർദ്ദം ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞു. ഹേയ്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ലെന്ന് തനിക്കറിയാലോ. ആരാണെങ്കിലും എനിക്ക് നോ പ്രോബ്ലം. താൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരെയെങ്കിലും ഇവിടേക്ക് വിട്ടാൽ മതി. ഇനിയും നിന്നാൽ ശരിയാകില്ല. റൗണ്ട്സിന് സമയമായി. ജാസ്മിനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സച്ചു പുറത്തേക്ക് നടന്നു. അന്നത്തെ ദിവസം ജാസ്മിന് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. ആരോടും മോശമായി പെരുമാറാത്ത അവളെ എല്ലാ സ്റ്റാഫുകൾക്കും വളരെ ഇഷ്ടമായിരുന്നു. ആർക്കും അവളുടെ വളർച്ചയിൽ യാതൊരു പരിഭവവും തോന്നിയില്ല. എല്ലാ ഡോക്ടേഴ്സിനെയും സന്ദർശിച്ച കൂട്ടത്തിൽ അവൾ മെർലിനെയും സന്ദർശിച്ചു. ആ കൂടിക്കാഴ്ചയിൽ മെർലിൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ജാസ്മിൻ, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ, നല്ല മര്യാദയുള്ളവൾ. സായ ജാസ്മിനെ പറ്റി പറഞ്ഞത് അതൊരിക്കലും സത്യമല്ല. എല്ലാം സായയുടെ തെറ്റിദ്ധാരണകൾ മാത്രം. ഒരുപക്ഷെ സച്ചുവേട്ടനോട് തോന്നിയ ഭ്രാന്തമായ പ്രണയം, അതുകൊണ്ട് മാത്രമായിരിക്കാം ജാസ്മിനെ അംഗീകരിക്കാൻ സായയ്ക്ക് സാധിക്കാതെ പോയത്. മെർലിൻ്റെ മനസ്സ് പറഞ്ഞു. സമയം അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു. പകലിൻ്റെ തിരക്കുകൾ രാത്രിയുടെ നിശബ്ദതയിലേക്ക് വഴിമാറുമ്പോൾ വീണ്ടും മാളിയേക്കൽ തറവാട്ടിൽ ആലോചനകൾ മുറുകി. ഞാൻ ഇന്ന് ആ കുട്ടിയെ കണ്ടിരുന്നു. എനിക്കവളെ ഒരുപാട് ഇഷ്ടമായി. ഇനി ഒട്ടും വൈകിക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണം. പുഞ്ചിരിയോടെ വർഗീസ് പറയുമ്പോൾ എല്ലാവരും ആ അഭിപ്രായത്തെ പിന്താങ്ങി. റോഷൻ മാത്രം മൗനം പാലിച്ചു. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ തന്നെ ഞാനും ഫെർണാണ്ടസും കൂടി ജാസ്മിൻ്റെ അമ്മാവനെ പോയി കാണാം. അവരുടെ അഭിപ്രായങ്ങളും അറിയണമല്ലോ. വർഗീസിൻ്റെ വാക്കുകൾക്ക് എല്ലാവരും അംഗീകാരം നൽകുമ്പോൾ സച്ചുവിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. ക്രിസ്മസ് നോമ്പ് തുടങ്ങും മുമ്പ് നമുക്ക് അതങ്ങ് നടത്താം. നല്ല കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് ശരിയല്ല. സൂസൻ സന്തോഷത്തോടെ അത് പറയുമ്പോൾ കുടുംബത്തിലേക്ക് ഒരു മകൾ വന്ന് കയറുന്നതിൻ്റെ സന്തോഷം എല്ലാ മുഖങ്ങളിലും നിറഞ്ഞു. എല്ലാവരും വാതോരാതെ സംസാരിക്കുമ്പോൾ പതിവില്ലാത്തതുപോലെ അവരിൽ നിന്നും അല്പം മാറിയിരുന്ന് നിശബ്ദത പാലിക്കുന്ന മെർലിനെയും റോഷനെയും ശോശന്നാമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെയും ആ കാഴ്ചയിലേക്ക് ക്ഷണിച്ചു. എന്നതാടാ മക്കളെ, രണ്ടാളും കൂടെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നുണ്ടല്ലോ. എന്താ, സച്ചുവിൻ്റെ വിവാഹത്തിന് മുൻപ് വല്ല ഒളിച്ചോട്ടവും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ. അത് കുറച്ച് സമ്പാദിച്ചാൽ മതിയല്ലോ. വർഗീസിൻ്റെ ശബ്ദം അവർക്ക് ചുറ്റും മുഴങ്ങുമ്പോൾ ആ വീട്ടിൽ പൊട്ടിച്ചിരിയുടെ അലകൾ മുഴങ്ങി. എൻ്റെ ഡാഡി ഒളിച്ചോടാനോ? അതും ഇവൻ്റെ കൂടെ?
എന്തായാലും അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ ചെയ്യില്ല. പിന്നെ സച്ചുവേട്ടൻ്റെ വിവാഹം പോലെ ചെലവ് കുറച്ച് എൻ്റെ വിവാഹം നടത്താമെന്ന് വല്ല പ്ലാനുമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേരെ. ഒരു ഗ്രാൻഡ് വെഡ്ഡിങ്, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ ഡാഡി പറഞ്ഞതുപോലെ ഇവൻ്റെ കൂടെ ഒരു ഒളിച്ചോട്ടം. എൻ്റെ കർത്താവേ, അതിലും വലിയൊരു റിസ്ക് വേറെയില്ല. മെർലിൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്നതാടി മോളെ അങ്ങനെ ഒരു പറച്ചില്? എൻ്റെ കൊച്ചിന് എന്നതാ ഒരു കുറവ്? അമ്മയുടെ മകന് കുറവുകളൊന്നുമില്ല. പക്ഷേ ഇവനെപ്പോലെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഒപ്പം ഒളിച്ചോടിപ്പോയാൽ എൻ്റെ കാര്യം പോക്ക. പോകുന്ന വഴിക്ക് കാണുന്ന ഗോപികമാരെയെല്ലാം ഇവൻ ഒപ്പം കൂട്ടും. എന്തായാലും ഞാൻ സിംഗിൾ ഓണർ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാ. ആദ്യം ഇവൻ എൻ്റെ വഴിക്ക് വരുമോ എന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. സൂസന്റെ ചോദ്യത്തിന് മെർലിൻ വാക്കുകൾ കൊണ്ട് ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിച്ചു. എനിക്കല്പം സൗന്ദര്യമുണ്ടായി പോയതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലെങ്കിലും ഈ വായാടി മറിയയെ കൂട്ടിക്കൊണ്ട് ഒളിച്ചോളാനോ? എൻ്റെ പൊന്നെ, ഞാനില്ല പരിപാടിക്ക്. ഉള്ളം പൊള്ളുന്ന വേദനയിലും എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള മെർലിൻ്റെ കഴിവിനെ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് റോഷൻ അവളുടെ വാക്കുകൾക്കൊപ്പം നിന്നു. പിറ്റേന്ന് അതിരാവിലെ തന്നെ വർഗീസും ഫെർണാണ്ടസും ജാസ്മിൻ്റെ അമ്മാവനെ കാണാനായി യാത്ര തിരിച്ചു. നഗരത്തിൻ്റെ പുറത്തായിരുന്നു ജാസ്മിൻ്റെ അമ്മാവൻ താമസിച്ചിരുന്നത്. അല്പം പ്രായമായ അദ്ദേഹത്തിന് അവരെ സ്വീകരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വെപ്രാളമായിരുന്നു. ഒരുപക്ഷെ രണ്ടു കുടുംബങ്ങളും തമ്മിലുള്ള പണത്തിൻ്റെ അന്തരമായിരിക്കും അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്നുപോലും അവർക്ക് തോന്നി. ആ വീടും ചുറ്റുപാടുകളും വർഗീസിനെ അല്പമൊന്ന് ചിന്തിപ്പിച്ചു. എവിടെയൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകൾ പോലെ. അതയാൾ മറ്റാരും കേൾക്കാതെ ഫെർണാണ്ടസിനോട് തുറന്നു പറയുകയും ചെയ്തു. വർഗീസ്, താൻ ഇയാളെ പറ്റിയോ ഈ വീടിനെ പറ്റിയോ ചിന്തിക്കേണ്ട. ജാസ്മിൻ അവൾ നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത്, അല്ലാതെ നമ്മുടെ മകൻ ഇവിടേക്കല്ലല്ലോ. നാം ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുമ്പോൾ അവളുടെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും പൂർണ്ണമായും മനസ്സിലാക്കി വേണം സ്വീകരിക്കാൻ. ഫെർണാണ്ടസ് വർഗീസിൻ്റെ ചെവിയിൽ പറഞ്ഞു. എന്താ, നിങ്ങൾക്കെന്തോ ഒരു വല്ലാഴിക പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ചോദിക്കുമ്പോൾ ജാസ്മിൻ്റെ അമ്മാവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത വിളർച്ചയുണ്ടായിരുന്നു. ഹേയ്, ഒന്നുമില്ല, താങ്കളെ പരിചയപ്പെട്ടില്ലല്ലോ എന്ന് പറയുകയായിരുന്നു. ഫെർണാണ്ടസ് പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ജാസ്മിൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരനാണ്. എൻ്റെ ഭാര്യ കുറേ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. ആകെയുള്ള ഒരേ ഒരു മകൾ, അവളിപ്പോൾ ഭർത്താവിനൊപ്പം തിരുവനന്തപുരത്താണ്. അവനവിടെ സെക്രട്ടേറിയറ്റിൽ ചെറിയൊരു ജോലിയുണ്ട്. ഞാനും കിട്ടുന്ന ചെറിയ പണിക്കൊക്കെ പോകും. ചിലപ്പോഴൊക്കെ ജാസ്മിനും സഹായിക്കും. അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഞങ്ങളുടെ ഈ വീടും ചുറ്റുപാടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ആലോചന തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അല്ലേ? നിങ്ങളുടെ കുടുംബത്തിനും സ്റ്റാറ്റസിനും ഒന്നും പറ്റിയ ആളുകളല്ല ഞങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നൊഴിയാം. പക്ഷെ അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത പതർച്ചയുണ്ടായിരുന്നു. വർഗീസും ഫെർണാണ്ടസും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായി കാതോർത്തു. ജാസ്മിൻ, എൻ്റെ പാവം കുട്ടി. ഈ ചെറുപ്രായത്തിൽ തന്നെ അവൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. അമ്മയുടെ മരണശേഷം അവൾ അനുഭവിച്ച യാതനകളൊന്നും അതിൻ്റെ തീവ്രതയിൽ പറഞ്ഞു കേൾപ്പിക്കാൻ എനിക്കറിയില്ല. അവളുടെ അമ്മ, എൻ്റെ കുഞ്ഞിപ്പെങ്ങൾ, അവളുടെ ജീവനായിരുന്നു ജാസ്മിൻ. സ്നേഹം നിറഞ്ഞ അവരുടെ കുടുംബത്തിലേക്ക് മരണത്തിൻ്റെ രൂപത്തിലാണ് ആദ്യത്തെ ദുരന്തം കടന്നു വന്നത്. നനച്ചിരിക്കാത്ത ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പെങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ അവളുടെ പിതാവുണ്ടല്ലോ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിടെ എനിക്ക് തെറ്റിപ്പോയി. അമ്മയുടെ മരണത്തിന് മുമ്പിൽ പകച്ചുപോയ ആ കുഞ്ഞിന് ആകെ ആശ്രയം അവളുടെ പപ്പയായിരുന്നു. പക്ഷേ ഒരു പിതാവിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹമോ വാത്സല്യമോ ഒന്നും പിന്നീട് അവൾക്ക് ലഭിച്ചില്ല. അതുമാത്രമല്ല, മറ്റാരോടും പറയാൻ വയ്യാത്ത വിധം അനുഭവങ്ങളും അവൾക്കുണ്ടായി. എന്നാലും ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ എൻ്റെ കുട്ടി തയ്യാറായിരുന്നില്ല. ഒരുപാട് അവഗണനകളും വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ചാണ് ഒരു നേഴ്സാകുക എന്ന സ്വപ്നം അവൾ സാധിച്ചെടുത്തത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഒരാൾ എന്നതിലുപരി
എനിക്കൊരിക്കലും അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു കൂലിപ്പണിക്കാരൻ്റെ വരുമാനം അത് നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് എൻ്റെ കുടുംബം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് വന്നിരിക്കുന്ന ഈ സൗഭാഗ്യം അത് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ സാധിച്ച ഒന്നല്ല. ഒരുപക്ഷെ അവളുടെ മനസ്സിലെ നന്മയായിരിക്കാം ഇത്ര വലിയൊരു ബന്ധം അവൾക്ക് വന്നു ചേരാൻ കാരണം. അവൾ നന്നായി ജീവിച്ചു കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. കാരണം നാളെ ഒരിക്കൽ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നവളല്ല എൻ്റെ കുട്ടി. നാളെ അതു പറഞ്ഞ് ആരും അവളെ വേദനിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ കുറച്ചു നാളേക്ക് അവളിൽ ആ വേദന അവശേഷിക്കും. പക്ഷെ സാരമില്ല, എല്ലാ വേദനകളെയും മറികടക്കാൻ പ്രാപ്തയാണവൾ. ഒന്നും മറന്നില്ലെങ്കിലും എല്ലാം മറന്നതായി അഭിനയിച്ച് ആർക്കും സങ്കടമാകാതെ കുസൃതികളൊക്കെ കാണിച്ച് അവൾ അങ്ങനെ സന്തോഷിച്ചു നടന്നോളും. നിങ്ങളുടെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് വല്ലാത്ത പ്രായമായി, ഒന്നിനും വയ്യ. ഇവിടെ ഇനിയും തനിച്ച് ജീവിക്കാൻ എനിക്കാകില്ല. ഞാൻ എൻ്റെ മകളുടെ അടുത്തേക്ക് മടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിവാഹം നടക്കില്ലെങ്കിൽ നാളെ ഞാൻ പോകുമ്പോൾ എനിക്കൊപ്പം ഞാൻ അവളെയും കൂടെ കൂട്ടും. എൻ്റെ കുട്ടിയെ പെരുവഴിയിൽ തനിച്ചു വിട്ടിട്ട് പോകാൻ എനിക്കാകില്ലല്ലോ. കണ്ണീരിൻ്റെ അകമ്പടിയോടെ അദ്ദേഹം പറഞ്ഞു നിർത്തി. അയ്യോ, എന്തൊക്കെയായി ഈ പറയുന്നത്? ഞങ്ങളുടെ സച്ചുവിന് അവളെ ഇഷ്ടമായി എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ അവൾക്ക് ഡാഡിയായി മാറിയതാ. നിങ്ങളുടെ സാഹചര്യം കണ്ടപ്പോൾ അല്പം ബുദ്ധിമുട്ടും തോന്നി എന്നത് സത്യമാ. പക്ഷേ ആ ബുദ്ധിമുട്ടൊരിക്കലും ആ മകളെ വേണ്ടെന്ന് വെക്കാനുള്ളതല്ല. നിങ്ങൾ അനുവദിച്ചാൽ ഈ നിമിഷം ഞങ്ങൾ അവളെ കൊണ്ടുപോകും. വിവാഹം വരെ നോക്കിയിരിക്കേണ്ട കാര്യം പോലുമില്ല. വർഗീസ് ചാടി എഴുന്നേറ്റ് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറയുമ്പോൾ വർഗീസിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ ഈശോയെ, അവസാനം നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നു. ഇനിയിപ്പോൾ മരിച്ചാലും കുഴപ്പമില്ല. കൈകൾ കൂപ്പി മുകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ മരിക്കാൻ പറ്റുമോ? പൊന്നുപോലെ സ്നേഹിച്ച മോളുടെ സന്തോഷം കാണണ്ടേ നമുക്ക്? ഫെർണാണ്ടസ് അത് പറയുമ്പോൾ അദ്ദേഹം സംശയത്തോടെ അയാളെ നോക്കി. എൻ്റെ കർത്താവേ, നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ട് പോലുമില്ല. ഞാൻ ഫെർണാണ്ടസ്, വർഷങ്ങളായി പിരിയാത്ത കൂട്ടുകാർ. ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്. ഫെർണാണ്ടസ് അദ്ദേഹത്തിന് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പേര് രാജൻ. കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ എൻ്റെ മകൾ ഇവിടെ ഇങ്ങനെ ഒരു വീട് വാങ്ങിയിട്ട്. മുൻപ് ഞാൻ അവൾക്കൊപ്പം തിരുവനന്തപുരത്തായിരുന്നു. എൻ്റെ കൊച്ചിനെ തനിച്ചുവിടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് മാത്രം ഇടയ്ക്കിടെ ഇവിടേക്ക് വരും. 2 ദിവസം താമസിക്കും, പിന്നെ തിരികെ പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളെ ആരും അറിയില്ല. ഫെർണാണ്ടസിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലേ? എത്രയും പെട്ടെന്ന്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. 10 ദിവസം കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങും. അതിനു മുമ്പായാൽ ഒത്തിരി സന്തോഷം. നിങ്ങൾക്കോ? ഇനിയിപ്പോൾ ജാസ്മിൻ്റെ ഡാഡിയോട് സംസാരിക്കണമെങ്കിൽ അങ്ങനെയുമാവാം. പറഞ്ഞോളൂ, വർഗീസ് വല്ലാത്ത സന്തോഷത്തോടെ പറഞ്ഞു. ഹേയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജാസ്മിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. അയാൾ വരാനും സാധ്യതയില്ല. ഇനി അയാൾ വന്നാൽ പോലും ജാസ്മിനെ അത് സന്തോഷിപ്പിക്കില്ല. അതുകൊണ്ട് താമസിക്കേണ്ട എന്നാണ് എൻ്റെയും അഭിപ്രായം. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ദിവസം അങ്ങ് തീരുമാനിക്കാം. നോമ്പിന് മുൻപ് എന്നൊക്കെ പറയുമ്പോൾ 2 വിളിച്ചു ചൊല്ലലിനുള്ള സമയമില്ലല്ലോ. അദ്ദേഹം ആലോചനയോടെ പറഞ്ഞു നിർത്തി. അതൊന്നും ഓർത്ത് രാജൻ വിഷമിക്കേണ്ട. അരമനയിൽ നിന്നും പ്രത്യേക അനുവാദം വാങ്ങി നമുക്ക് ഒരാഴ്ച വിളിച്ചു ചൊല്ലി പിന്നത്തെ ആഴ്ച കല്യാണം അങ്ങ് നടത്താം. പിതാവ് എൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അതുകൊണ്ട് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ആദ്യം നമുക്ക് ഈ വിവാഹം നടത്താം. റിസപ്ഷൻ അത് നോമ്പുവീടലൊക്കെ കഴിഞ്ഞ് ഗ്രാൻഡായി ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഇടയ്ക്ക് ജാസ്മിൻ്റെ പപ്പ എതിര് നിന്നാലും കുഴപ്പമില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മോളെ വീട്ടിലേക്ക് കൂട്ടുകയുമാവാം, വർഗീസ് ആവേശത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീരുമാനം പറയാനായി ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇന്ന് നടത്താൻ സമ്മതമാണ്. പിന്നെ ചരക്കെടുപ്പും കാര്യങ്ങളുമൊക്കെ
അദ്ദേഹം ആലോചനയോടെ അല്പമൊന്ന് നിർത്തിയിട്ട് തുടർന്നു. ഞങ്ങളുടേതായ രീതിയിൽ ജാസ്മിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്നല്ലാതെ കൂടുതലൊന്നും പ്രതീക്ഷിക്കല്ലേ. എൻ്റെ അവസ്ഥ കണ്ടല്ലോ. നിങ്ങളുടെ ഉയരത്തിനൊത്ത് എന്തെങ്കിലും എൻ്റെ മോൾക്ക് കൊടുക്കാൻ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. രാജൻ അവരെ നോക്കി. രാജൻ, ഞങ്ങൾക്കൊന്നും വേണ്ട. ജാസ്മിനെ മാത്രം മതി. പിന്നെ മാളിയേക്കൽ തറവാടിൻ്റെ അന്തസ്സിന് ചേർന്ന വിധം ഈ വിവാഹം നടത്താൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാര്യമാർ മത്സരിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടിക്കൊള്ളും. നിങ്ങൾ ജാസ്മിനെ അവിടേക്കൊന്ന് അയച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് പണം ആവശ്യമാണെങ്കിൽ അതും ചോദിക്കാൻ മടിക്കരുത്. എന്തു വേണമെങ്കിലും ചോദിക്കാം. ജാസ്മിൻ, അവൾ ഇന്നു മുതൽ ഞങ്ങളുടെ മകളാണ്. ആ അവകാശം അവൾക്കുണ്ടാവുകയും ചെയ്യും. ഇന്നും ചൊവ്വാഴ്ച, നമുക്ക് ഈ ഞായറാഴ്ച തന്നെ മനസ്സമ്മതം നടത്താം. പിറ്റത്തെ ഞായറാഴ്ച കല്യാണം. രാജനെ ചേർത്ത് പിടിച്ച് വർഗീസ് പറഞ്ഞു. എല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യം. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. രാജൻ അവർക്ക് നേരെ കൈകൂപ്പി. പിന്നീട് അങ്ങോട്ട് മാളിയേക്കൽ തറവാട്ടിൽ കല്യാണമേളമായിരുന്നു. എത്രയൊക്കെ വാരിക്കൂട്ടിയിട്ടും പോരെന്ന തോന്നലിൽ ജാസ്മിന് വേണ്ടി സ്വർണവും വസ്ത്രവും രണ്ടമ്മമാരും മത്സരിച്ചു വാങ്ങാൻ തുടങ്ങി. എല്ലാത്തിലും ജാസ്മിൻ്റെ ഇഷ്ടമായിരുന്നു അവർ നോക്കിയത്. പണത്തിൻ്റെ മൂല്യം നോക്കാതെയുള്ള പർച്ചേസിംഗ് ജാസ്മിന് പുതിയ അനുഭവമായിരുന്നു. ചെറുപ്പം മുതൽ ഇന്നുവരെ അത്യാവശ്യത്തിന് വേണ്ട എന്തെങ്കിലും വാങ്ങുമെന്നല്ലാതെ വലിയ പർച്ചേസിംഗ് ഒന്നും അവൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിലും ഏറെ അവളെ സന്തോഷിപ്പിച്ചത് ചെറുപ്പം മുതലേ അമ്മ നഷ്ടപ്പെട്ട തനിക്ക് രണ്ടമ്മമാരുടെ സ്നേഹം ഒരുപോലെ ലഭിച്ചതായിരുന്നു. ഞായറാഴ്ചത്തെ മനസ്സമ്മതത്തിന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജാസ്മിൻ്റെ ഭാഗത്തു നിന്നും അമ്മാവനും പിന്നെ കുറച്ച് കൂട്ടുകാരും മാത്രം. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം കല്യാണമേളം ആരംഭിച്ചു. മാളിയേക്കൽ തറവാടും പരിസരങ്ങളും മുഴുവൻ അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. അധികം ആളുകളെയൊന്നും വിളിച്ചിരുന്നില്ല. എങ്കിൽ പോലും ആ വിവാഹത്തിൻ്റെ പ്രൗഢി പുറത്തുനിന്നൊരാൾക്ക് നോക്കിയാൽ വ്യക്തമായി കാണാവുന്നതുപോലെയായിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള കുറച്ചുപേർ മാത്രമായിരുന്നു ആ വിവാഹത്തിൽ പങ്കെടുത്തത്. ലൈറ്റ് ബ്ലൂ കളർ ഷർട്ടും വില കൂടിയ സ്യൂട്ടും അണിഞ്ഞ് യാതൊരുവിധ അലങ്കാരങ്ങളും ഇല്ലാതെയായിരുന്നു സച്ചു റെഡിയായി വന്നത്. അവൻ്റെ പുഞ്ചിരി, അതൊന്നു മാത്രം മതിയായിരുന്നു എല്ലാ അലങ്കാരങ്ങൾക്കും പകരമായി. റോഷനും സച്ചുവിനെ പോലെ തന്നെ സിമ്പിളായി ഒരുങ്ങിയെത്തി. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങേണ്ട സമയമായപ്പോഴും മെർലിൻ അവിടേക്ക് എത്തിയിരുന്നില്ല. മെർലിൻ എവിടെ? ഇത്ര നേരമായിട്ടും ആ കുട്ടിക്ക് ഇവിടേക്ക് എത്താറായില്ലേ? ഇനിയിപ്പോൾ വൈകുമല്ലോ, സൂസൻ അക്ഷമയോട് ചോദിച്ചു. കുട്ടികളല്ലേ, അവരെപ്പോൾ വേണമെങ്കിലും വന്നോളും. നമുക്ക് പ്രാർത്ഥിച്ചിറങ്ങാം. അത് പറഞ്ഞുകൊണ്ട് ഫെർണാണ്ടസ് എല്ലാ പ്രാർത്ഥനകൾക്കും നേതൃത്വം കൊടുത്തു. ഒടുവിൽ സ്തുതി പറഞ്ഞിറങ്ങുമ്പോഴും മെർലിൻ എത്തിയിട്ടില്ലെന്ന് കണ്ടപ്പോൾ റോഷന്റെ കണ്ണുകൾ അവൾക്ക് വേണ്ടി തിരഞ്ഞു. മെർലിൻ എവിടെ? അവളെ കണ്ടില്ലല്ലോ. പള്ളിയിലേക്കുള്ള ഓരോ വണ്ടികളും പോയി തുടങ്ങിയപ്പോൾ റോഷൻ ഫെർണാണ്ടസിനോടായി ചോദിച്ചു. എൻ്റെ കൊച്ചേ, അവർ പെണ്ണുങ്ങളല്ലേ, ഒരുങ്ങിയെത്താൻ അല്പം സമയം എടുക്കും. പിന്നെ സായയും എത്തിയിട്ടുണ്ട്. രണ്ടിനും സംസാരം കഴിഞ്ഞിട്ട് വേണ്ടേ ഒരുങ്ങാൻ. അതായിരിക്കും വൈകുന്നത്. എന്തായാലും മോനൊന്ന് പോയി നോക്ക്. എനിക്കെന്തായാലും ഇപ്പോൾ അവളെ നോക്കി പോകാൻ സാധിക്കില്ല. എൻ്റെ കയ്യിലാ കുറിയും കാര്യങ്ങളുമൊക്കെ. പിന്നെ നീ പേടിക്കണ്ട, നിങ്ങളുടെ കെട്ട് കഴിയുമ്പോൾ ഇതൊക്കെ നിനക്കും ശീലമായിക്കൊള്ളും. 30 കൊല്ലമായി ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. പൊട്ടിച്ചിരിയോടെ അത് പറഞ്ഞിട്ട് ഫെർണാണ്ടസ് ധൃതിയിൽ വണ്ടി ഓടിച്ചു പോയി. എന്തുകൊണ്ടോ മെർലിനെ കൂട്ടാതെ പള്ളിയിലേക്ക് പോകാൻ റോഷന് തോന്നിയില്ല. അവളെ നോക്കാനായി അവൻ അവളുടെ വീട്ടിലേക്ക് നടന്നു. ഫെർണാണ്ടസിൻ്റെ സ്വപ്നങ്ങളെല്ലാം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണല്ലോ എന്നോർത്ത് അവന് വല്ലാത്ത സങ്കടം തോന്നി. മെർലിന് വല്ലാത്ത സങ്കടമുണ്ട്. താൻ ഇന്ന് യാത്ര പറഞ്ഞു പോകുമെന്നറിയാവുന്ന ഒരേ ഒരാൾ. ആലോചിച്ചുകൊണ്ട് അവൻ ആ വീടിൻ്റെ പടി കടന്നു. മെർലിൻ, അവൻ ഉറക്കെ വിളിച്ചു. ദാ വരുന്നു. ഞങ്ങൾ റെഡിയാകുമായിരുന്നു. സമയം പോയോ? നമ്മുടെ വീട്ടിലെ ആദ്യത്തെയും അവസാനത്തെയും കല്യാണമല്ലേ, നന്നായി ഒരുങ്ങാമെന്ന് വിചാരിച്ചു. മുകളിൽ നിന്നും അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും പോയി, പെട്ടെന്ന് വരാൻ നോക്ക്. അതെ, അവൾ പറഞ്ഞത് സത്യമാണ്. ഇനി ഇവിടെ ഒരു വിവാഹ പന്തൽ,
അതുണ്ടാകില്ല. ചിന്തയോടെ അവൻ്റെ കണ്ണുകൾ സ്റ്റെപ്പിന് നേരെ നീണ്ടു. അവിടെ കണ്ട ആ കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ വിടർന്നു. അറിയാതെ ഒരു പുഞ്ചിരി തൻ്റെ ചുണ്ടുകളെ തഴുകി തലോടി കടന്നുപോയോ എന്ന് അവനു തന്നെ സംശയം തോന്നി. തുറന്നു വന്ന വാ അടയ്ക്കാതെ അവൻ ആ നിൽപ്പ് തുടർന്നു. ഇളം റോസ് നിറത്തിലുള്ള സാരി ഉടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മെർലിൻ്റെ രൂപം. അവൾക്കൊപ്പം രാജകുമാരിയുടെ പ്രിയ തോഴി എന്നതുപോലെ സായിയും. താൻ ഇന്നുവരെ കണ്ട സ്ത്രീകളുടെ സൗന്ദര്യമൊന്നും സൗന്ദര്യമായിരുന്നില്ലെന്ന് റോഷൻ ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു. രണ്ടുപേരും ഒരുപോലെ സുന്ദരികൾ, ആർക്കും കണ്ണെടുക്കാനാവാത്ത വിധം അപ്സരസുകൾ. എന്ത് നോട്ടമാടാ ഇത്, പെണ്ണുങ്ങളെ കാണാത്തതുപോലെ. 2 വിരലുകൾ കൊണ്ട് അവൻ്റെ വാ അടച്ചുകൊണ്ട് മെർലിൻ ചോദിച്ചു. അതൊക്കെ പോട്ടെ റോഷ്, നീ എന്താ പോകാത്തത്? മെർലിൻ അവൻ്റെ മറുപടി പ്രതീക്ഷിക്കാത്തതുപോലെ പുഞ്ചിരിയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അതുപോട്ടെ, ഞാൻ നിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാ. അപ്പോഴാ നിന്റെ ഈ മാസ് എൻട്രി. മനുഷ്യൻ നന്നാവാന്ന് വിചാരിച്ചാലും സമ്മതിക്കില്ലല്ലോ. റോഷൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. നിന്നോട് നന്നാവാൻ ആരാ പറഞ്ഞത്? ഞാനിവിടെ പനങ്കുല പോലെ വളർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. ഇനിയും സമയം വൈകിയിട്ടില്ല. എന്തായാലും സച്ചുവേട്ടൻ്റെ വിവാഹം ഇന്ന് കഴിയും. അത് കഴിഞ്ഞ് നമുക്കൊരു കൈ നോക്കിയാലോ? മെർലിൻ അവസാനത്തെ പ്രതീക്ഷ എന്നതുപോലെ ചോദിച്ചു. ആരോ ഒരാൾ തുടരും. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഈ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.